ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാനാകാതെ അടിമാലി മേഖലയിൽ CPI പാർട്ടിയുടെ അടിമാലി മണ്ഡലത്തിന്റെ പരിധിയിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ CPIക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 11 സ്ഥാനാർത്ഥികൾ അടിമാലി ബ്ലോക്കിന് കീഴിൽ വിവിധയിടങ്ങളിൽ വിജയിച്ചിരുന്നു. മൂന്നാർ പഞ്ചായത്തിലും CPIക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDFിലെ രണ്ടാം കക്ഷിയായ CPIക്ക് അടിമാലി മേഖലയിൽ പ്രതീക്ഷിച്ച വിജയവും മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പാർട്ടിയുടെ അടിമാലി മണ്ഡലത്തിലെ പരിധിയിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ CPIക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 11 സ്ഥാനാർത്ഥികൾ അടിമാലി ബ്ലോക്കിന് കീഴിൽ വിവിധയിടങ്ങളിൽ വിജയിച്ചിരുന്നു. ഇത്തവണ മാങ്കുളം, അടിമാലി, കൊന്നത്തടി, വൈസന്മാലി, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ CPIയുടെ അംഗങ്ങളില്ല. വെള്ളത്തോവൽ പഞ്ചായത്തിൽ നിന്നുമാണ് CPIയുടെ ഒരംഗം വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അടിമാലി പഞ്ചായത്തിലെ CPIയുടെ 2 മെമ്പർമാർ മുന്നണി മാറിയതോടെ LDFിന് ഭരണനഷ്ടമുണ്ടായിരുന്നു. അടിമാലിക്ക് പുറമെ മൂന്നാർ പഞ്ചായത്തിലും CPIക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ തവണ 8 സീറ്റുകളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച 14 വാർഡുകളിൽ 4 സീറ്റുകളിൽ മാത്രമാണ് മൂന്നാറിൽ CPIക്ക് വിജയിക്കാനായത്. സിറ്റി വിഷൻ, അടിമാലി.